നമ്മളിവിടെ അന്നങ്ങളും കോലങ്ങളുമാണല്ലോ. അത് ഏതൊക്കെ രൂപങ്ങളാണ് കോലങ്ങൾ? നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, പടയണി എന്ന് പറയുന്നത് 16 ദിവസം നീണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. പടയണിക്കകത്ത് പടയണിയുടെ എല്ലാ രാത്രികളിലും അവതരിപ്പിക്കുന്ന വസ്തുക്കളെല്ലാം ഞങ്ങൾ കോലങ്ങളെന്ന് പറയുന്നു. അത് അടിയന്തര കോലം. അടിയന്തര കോലം അതായത് പടയണി ഏതെങ്കിലും കാലത്ത് ഇന്ന് കാണുന്ന പൊലിമയോടെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ അടിയന്തര കോലങ്ങൾ പടയണിക്കളത്തിൽ അവതരിപ്പിച്ചാൽ പടയണി പൂർത്തിയായി എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ അനുഷ്ഠാനപരമായി അതിൻ്റെ ഒരു നടത്തിപ്പ്. ബാക്കി നമ്മളിപ്പോൾ കാണുന്ന നിങ്ങൾ കാണുന്ന കോലങ്ങൾ അല്ലെങ്കിൽ പൂരം പടയണി ഇന്ന് കാണുന്ന ഈ കോലങ്ങളും അന്നങ്ങളും എല്ലാം പടയണിയുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗം. അന്നം ഒരു നമ്മുടെ വിശുദ്ധിയുടെ ഒരു ചിഹ്നമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നം എന്ന് പറയുന്നത് ഭക്ഷണം. അപ്പം നിലമ്പൂർ കന്നിമാസത്തിൽ കന്നിമാസത്തിലെ പടയണിയാണ്. രണ്ട് തരത്തിൽ പടയണികളുണ്ട്. കന്നിമാസത്തിൽ പൂരം വരാറുണ്ട്, ചിങ്ങത്തിൽ പൂരം വരാറുണ്ട്. അത് താമസിച്ചാൽ വരുന്നെങ്കിൽ അത് കന്നിപ്പൂരത്തിലാണ്. അത് 16 ദിവസം നീണ്ടിരിക്കും. 16 ദിവസം അത് ചിലപ്പോൾ 15 17 ഒക്കെ ആയിട്ട് നാള് വ്യത്യാസം കൊണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ കന്നിമാസത്തിലെ പടയണിക്കാണ് കൂടുതൽ പ്രാധാന്യം. കന്നിമാസത്തിലെ പടയണി കൂടുതൽ പ്രാധാന്യം വരാൻ കാര്യം കന്നിമാസത്തിലെ മകം എന്ന് പറയുന്നത് നെല്ലിൻ്റെ ജന്മമാണ്. അന്നം വഴിപാടായി നടത്തുന്നത് ദേവീപ്രീതിക്ക് വേണ്ടിയാണ്. അത് തന്നെ ദേവീപ്രീതി. അതായത് ഒന്ന് പ്രധാനപ്പെട്ടത് ഇവിടെ ഈ സന്താന സൗഭാഗ്യം, ആരോഗ്യപരമായ ചില പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ അത് അവരുടെ ആ വിശ്വാസത്തിലൂടെ അവർക്ക് മാറിക്കിട്ടുന്നുവെന്നും ഉള്ള ഒരു കരുതലുണ്ട്. അങ്ങനെ അന്നം വഴിപാടായിട്ട് നേരുന്നവർ. ഈ അടിയന്തര കോലങ്ങളാണ് പടയണിയുടെ നടത്തിപ്പിൻ്റെ അനുഷ്ഠാനപരമായിട്ട് അത് നിർബന്ധമാണ്. കാരണം ഇന്ന് സിംഹത്തെ എഴുന്നള്ളിക്കണം. സിംഹമാണ് ഇന്നത്തെ പടയണിയുടെ അടിയന്തര കോലം. പിന്നെ രാവണൻ, ഭീമൻ, യക്ഷി ഇങ്ങനെയൊക്കെയുള്ള കോലങ്ങൾ പടയണിക്കളത്തിൽ വരും. ഓരോ വർഷവും പടയണിക്ക് നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച് പുരാണത്തിലെ രൂപങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട്. പടയണി കൂടെ നമുക്ക് വിനോദം, മറ്റ് പടയണിയൊക്കെ വിനോദമുണ്ട്. വിനോദത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളെ കളിയാക്കുകയും സമൂഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങുകളൊക്കെ പടയണി ഹാസ്യരൂപേണ ചെയ്യുന്ന നമ്മുടെ ചാക്യാർ കൂത്ത് പോലെയും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം പടയണിയിലുണ്ട്. അപ്പം നിലമ്പൂർ പടയണിയിലും അങ്ങനെ ചെയ്യാറുണ്ട്. പടയണി സൂപ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കയറി വരുമ്പോൾ കാണാം. അത് പടയണി സൂപ്രണ്ടെന്ന് പറയും. നമ്മൾ ഉത്സവപ്പറമ്പുകളിലൊക്കെ എന്നാ പറയുന്നത് ഈ വലിയ പ്രമാണിത്വം കളിക്കുന്നവരെ കളിയാക്കാൻ വേണ്ടി പടയണി സൂപ്രണ്ടെന്നും പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഹാസ്യമാണ് പടയണിയിൽ ഒരു വിനോദം, ഹാസ്യം. അതാണ് അങ്ങനെ വരെ കോലങ്ങൾ. പിന്നെ പടയണിക്കകത്ത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ആരെയൊക്കെ ആരാധിക്കുന്നു അവരെയൊക്കെ പടയണിക്കകത്ത് അവതരിപ്പിക്കും കലാകാരന്മാരായിരുന്നു. സാമൂഹിക പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പടയണിക്കകത്ത് എല്ലാം മനുഷ്യൻ ആരാധിക്കുന്ന എല്ലാവരും ഇതിൻ്റെ അകത്ത് ചിലപ്പം ഇതൊക്കെ ആയിട്ട് വരും. നമ്മുടെ ഇതിഹാസ കഥാപാത്രങ്ങളാണ് കൂടുതലും. വളരെ പ്രശസ്തമായ നിലമ്പൂർ പടയണി സംഘടിപ്പിച്ചു വരുന്നു. ഈ പടയണി കൂത്ത് പടയണിയിൽ തുടങ്ങി ഇപ്പം നിങ്ങൾ ഈ മൈതാനത്ത് കാണുന്ന അന്നങ്ങളും കോലങ്ങളും ഒക്കെ ആയിട്ട് പടയണി ഇന്ന് അവസാന ദിവസത്തിലെത്തുകയാണ്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷ പരിപാടിയാണ് നിലമ്പൂരിലെ പടയണി. 16 രാത്രികൾ നീണ്ടു നിൽക്കുന്ന ഒരു അനുഷ്ഠാന ഉത്സവമാണ്.
അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ അതിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. പടയണിക്ക് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. പടയണി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, പടയണിയിൽ ഓരോ ദിവസവും നമ്മൾ കെട്ടിയൊരുക്കുന്ന കോലങ്ങൾ ഒക്കെ ചില നിഷ്ഠകൾ പാലിച്ചുകൊണ്ടാണ് നടപ്പാക്കി വരുന്നത്. അപ്പോൾ ഈ 16 ദിവസത്തെ പടയണിയിലും പടയണി ചടങ്ങുകളുണ്ട്. ഈ പടയണിക്ക് ആദ്യത്തെ 4 ദിവസം ചൂട്ടുപടയണിയാണ്. പിന്നീട് നമ്മൾ പച്ച എന്ന് പറയുന്ന 4-ാം ദിവസം വരുന്ന ഒരു പനങ്കയുടെ പടയണിക്ക് ചില രൂപങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങും. 5-ാം ദിവസം നമ്മൾ പൂമരം എന്ന് പറഞ്ഞ് ഒരു ചെറിയ കമ്പിൽ കോർത്ത നമ്മുടെ പെരുമരക്കൊമ്പിൽ ചില പൂക്കളൊക്കെ ചെത്തിപ്പൂക്കളൊക്കെ കോർത്തിട്ട് പൂമരം എന്ന് പറയുന്ന ഒരു കോലമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വസ്തുക്കൾക്ക് കോലമെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 5-ാം ദിവസം നമ്മൾ പെരുമരക്കൊമ്പിൽ കെട്ടിയ പൂമരം എന്ന് പറയുന്ന കോലം അവതരിപ്പിക്കും. 6-ാം ദിവസം തട്ടുകുട എന്ന് പറയുന്നത് ഈ പെരുമരക്കൊമ്പ് മടക്കി അതിൽ നമ്മുടെ വട്ടയിലേക്ക് കുത്തിച്ചേർത്തുള്ള ഒരു ലളിതമായ നിർമ്മിതിയാണ്. അതിനെ ഞങ്ങൾ തട്ടുകുട എന്ന് പറയും. 7-ാം ദിവസം പാറാവളയം, 8-ാം ദിവസം കുടനിർത്ത് എന്ന് പറയുന്ന ചടങ്ങോടുകൂടി പടയണിയുടെ ഒരു 2-ാം ഘട്ടം, പടയണി 4 ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത്. 2-ാം ഘട്ടമായ കുടനിർത്ത് എന്ന് പറയുന്ന ചടങ്ങോടുകൂടി ആ വസ്തുക്കൾ അവതരിപ്പിച്ചിട്ടുള്ള പടയണിയുടെ കോലങ്ങൾ അവസാനിക്കുകയാണ്. 9-ാം ദിവസം മുതൽ ഞങ്ങൾ പ്ലാവില കൊണ്ടുള്ള കോലങ്ങളാണ് നിർമ്മിക്കുന്നത്. പ്ലാവിലുള്ള കോലങ്ങളിൽ 9-ാം ദിവസം താപസൻ, 10-ാം ദിവസം ആന, 11-ാം ദിവസം ഹനുമാൻ, 12-ാം ദിവസം ഭീമൻ, പ്ലാവിലയിൽ തീർത്ത ഭീമൻ്റെ കോല. അങ്ങനെ അതോടുകൂടി 3-ാം ഘട്ടം അവസാനിക്കും. പിന്നീട് പിണ്ടി കുരുത്തോല എന്ന് പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള പടയണികളായിരിക്കും നടക്കുന്നത്. 13-ാം ദിവസം നമ്മൾ കൊടിക്കൂറ, നമ്മളെ ക്ഷേത്രത്തിലൊക്കെ കാണുന്ന കൊടിയുടെ രൂപത്തിൽ വാഴപ്പുളയിൽ കുത്തിപ്പിടിപ്പിച്ചെടുക്കുന്ന കൊടിക്കൂറ. 14-ാം ദിവസം കാവൽ പിശാച്, അത് കുരുത്തോലയിൽ മെടയുന്നതാണ്. അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട്, പ്രത്യേക അളവുകളിലൊക്കെയാണ് അത് മെടഞ്ഞെടുക്കുന്നത്. വളരെ ശ്രമകരമായ ഒരു പടയണി കോലമാണത്. പിന്നെ 15-ാം ദിവസം മകം പടയണി നാളിൽ അമ്പലക്കോട്ടയും 16-ാം ദിവസം ദേവീവാഹനമായ സിംഹവുമാണ് പടയണിക്കളത്തിൽ എഴുന്നള്ളുന്നത്. ഇതാണ് പടയണിയുടെ ചടങ്ങുകൾ. ഈ അന്നങ്ങളെന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. പടയണിക്ക് അന്നം ക്ഷേത്രത്തിലെത്തി അന്നം നേർന്ന് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുമൊക്കെ മറികടക്കുന്നതിന് ദേവിക്ക് ഈ നീലംപേരൂർ പള്ളി ഭഗവതിക്ക് ആളുകൾ വഴിപാടായി സമർപ്പിക്കുന്ന ഈ നീലംപേരൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് കൂടിയാണ് ഈ അന്നം എന്ന് പറയുന്നത്. ഈ അന്നങ്ങൾ നിങ്ങൾക്ക് കാണാം, ക്ഷേത്ര മൈതാനത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. തേങ്ങാമുറിക്കൽ ചടങ്ങെന്ന് പറയുന്ന ചടങ്ങ്, അത് പടുത ശില്പി അതിൽ തേങ്ങ മുറിച്ച് ഒരു വീടിൻ്റെ നമ്മുടെ വാസ്തു ബലി പോലെ തന്നെയുള്ള ഒരു ചടങ്ങാണത്. അങ്ങനെ ഒരു ചടങ്ങുണ്ട്, തേങ്ങാമുറിക്കൽ ചടങ്ങ്. അപ്പോൾ ഇതിന് ശേഷം പടയണി ആരംഭിക്കും.